ഏതോ ഒരു ഇർഷാദ് എന്ന രൂപത്തിലാണ് ഞാൻ അത് കാണുന്നത്. അങ്ങനെയുള്ള ഇർഷാദുമാർ ഇഷ്ടം പോലെയുണ്ട്. ഒരു പേരിൽ പറയുന്നില്ല. ഇത്തരം ഒരുപാട് പേരുണ്ട്. കാരണം ഈ പറഞ്ഞ മാധു പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്കെല്ലാം എളുപ്പമാണ്. അതിലൊരു സൗന്ദര്യം കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞത്. ഏറ്റവും മോശമായ വാക്കുകളാണ് ഈ നേതാവ് ഉപയോഗിച്ചത്. ഈ നേതാവിനെ ഇപ്പോൾ അവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഡ് ചെയ്യല്ല, ഇദ്ദേഹം ഇനി രാഷ്ട്രീയത്തിൽ തുടരാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യം, വളരെ വേഗം നടപടി ഉണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് എന്നും മറുവാദം ഉയർത്താമെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുത്താത്തവർ അപ്പുറത്തുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. തിരുത്താത്തവർ നമ്മുടെ മുന്നിലുണ്ട്. പല ഘട്ടങ്ങളിലായി അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അത് സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമല്ല, മനുഷ്യനെ അധിക്ഷേപിക്കുന്നതും മനുഷ്യത്വത്തെ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം ഒരുപോലെ കാണണം എന്നുള്ളതാണ്. സ്ത്രീ വിരുദ്ധമാകുന്നത് പൊതുവെ അതിൽ ഒരു മുന്നണിയെന്നോ ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നോ വ്യത്യാസമില്ലാത്ത രീതിയിൽ തന്നെ അത് പ്രകടമായി നമ്മൾ കാണാറുണ്ട്. ഓരോ ഘട്ടങ്ങളിൽ അത് മാറി മാറി വരും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇതാ അരിതാ ബാബുവിന്റെ പ്രതികരണം വരുന്നു. അരിതാ ബാബു മുഖ്യമന്ത്രിയുടെ വളരെ പെട്ടെന്നുള്ള പ്രതികരണത്തിലാണ് അരിതാ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അവരെ ഒരു പാൽക്കാരി എന്ന് അധിക്ഷേപിച്ച ഓർമ്മയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വെറും പാൽക്കാരി എന്ന് വേറെ അർത്ഥത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് പ്രതികരിച്ചപ്പോൾ അന്ന് പ്രതികരിക്കായിരുന്ന മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വളരെ വേഗത്തിൽ എത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രീയമാണെന്ന് പറയാമെങ്കിലും അവരൊരു ചെറുപ്പക്കാരിയാണ്. രാഷ്ട്രീയത്തിൽ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന അവരുടെ ജീവിത സാഹചര്യമുണ്ട്. അതിനെയാണ് അധിക്ഷേപിച്ചത്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? രാഷ്ട്രീയം നോക്കിയിട്ടാണോ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളിൽ പ്രതികരിക്കുക? നമ്മുടെ മുന്നിലുണ്ടല്ലോ PT കുഞ്ഞുമോഹനുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക ആരോപണം ഉന്നയിച്ച സംവിധായകയ്ക്ക് എത്ര വൈകിയാണ് അവർ പ്രതികരിച്ചത്. അതിനോട് പ്രതികരിക്കാൻ അവർ വന്നല്ലോ. എത്ര വൈകിയാണ് ആ കേസെടുത്തത്. അത് മുഖ്യമന്ത്രിക്ക് നേരിട്ടെഴുതിയ പരാതിയിൽ എത്ര വേഗം അതിന്മേൽ നടപടിയുണ്ടായിട്ടുണ്ട്. അത് നമ്മളോടൊക്കെ കേരളത്തോട് അവർ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ കൊടിയുടെ നിറം നോക്കിയിട്ടാണ് സ്ത്രീക്ക് അനുകൂലമായ നിലപാടെടുക്കുക എന്നത് നമ്മുടെ മുന്നിലുണ്ട്.